2025 സൂപ്പർ കപ്പിൽ നടന്ന ആദ്യത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനൽ പ്രവേശനം നേടിയത്. ഏപ്രിൽ 26 നിലവിലെ ISL ചാമ്പ്യന്മാരായ മോഹൻ ബഗാനുമായാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ആദ്യ ക്വാർട്ടർ ഫൈനൽ ജയിച്ചാൽ സെമി ഫൈനൽ പ്രവേശനം. മത്സരത്തിന്റെ 41 മിനിറ്റിൽ നോവ സദോയിയെ ബോക്സിനുള്ളിൽ ഈസ്റ്റ് ബംഗാൾ താരം അൻവർ അലി വീഴ്ത്തിയതായിരുന്നു പെനാൽറ്റി ഷോട്ട് എടുത്ത ജിമിനസിന്റെ ഷോട്ട് ഗോൾ കീപ്പർ പ്രിഫ്സുഗൻ ഗിൽ തട്ടിയകറ്റി. പക്ഷേ ജിമിനസ് കിക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഗോൾ കീപ്പർ ലൈൻ കടന്ന് മുന്നോട്ട് നീങ്ങിയിരുന്നു. ഇത് കണ്ട റഫറി വീണ്ടും കിക്ക് അനുവദിച്ചു. ഇത്തവണ ജിമിനസിന് തെറ്റിയില്ല. അനായാസം ആദ്യ ഗോൾ പിറന്നു. 64 മിനിറ്റിലായിരുന്നു രണ്ടാം ഗോൾ. വലതുഭാഗത്തു നിന്നും ബംഗാളിന്റെ ഡിഫൻഡേഴ്സിനെ വെട്ടിയൊഴിഞ്ഞ് ബോക്സിന്റെ മുന്നിലെത്തിയ നോവ സദോയിയുടെ ഒരു ഉഗ്രൻ ഷോട്ട് ഈസ്റ്റ് ബംഗാൾ വലയിലായി. വളരെ മനോഹരമായിരുന്നു ആ ഗോൾ. ലീഡ് വർദ്ധിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഏറെ സന്ദർഭങ്ങൾ വീണ്ടും ലഭിച്ചെങ്കിലും ഒന്നും ലക്ഷ്യം കണ്ടില്ല. പുതിയ ഹെഡ് കോച്ചായി ഡേവിഡ് കറ്റാല വന്ന ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരമായിരുന്നു ഇത്. ആവേശം കൂടി 73 മിനിറ്റിൽ ടെക്നിക്കൽ ബോക്സിന് പുറത്തേക്ക് വന്ന കാരണത്താൽ കോച്ച് ഡേവിഡ് കറ്റാലയ്ക്ക് മഞ്ഞ കാർഡ് ലഭിച്ചു. സൗമ്യനായി ചിരിച്ചുകൊണ്ട് അത് എതിർത്തുവെങ്കിലും കാർഡ് ലഭിച്ചു. കളിയിലാകെ തിളങ്ങിയ മൊറോക്കൻ താരം നോവ സദോയി തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച്. ആദ്യ ഗോളിന് കാരണമായ പെനാൽറ്റി നേടിക്കൊടുത്തതും രണ്ടാം ഗോൾ നേടിയതും നോവ തന്നെ. ഇന്നത്തെ കളിയും കേരള ആരാധകർ ഉറ്റുനോക്കുന്നതാണ്. ഐ ലീഗിൽ നിന്നും സൂപ്പർ കപ്പിലെത്തിയ 3 ടീമുകളിൽ ഒരെണ്ണം കേരളത്തിന്റെ ഗോകുലം FC ആണ്. ഇന്ന് 4:30 ഗോകുലം കേരള FC ഗോവ FCയെ നേരിടുന്നു. ലെസോത്ത താരം തബീസോ ബ്രൗൺ അടക്കം 24 പേരാണ് ഗോകുലം കേരളയിലുള്ളത്. ഗോകുലം കേരളയും ജയിച്ചു വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം.